കോട്ടയം അയർകുന്നത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം. ഭർത്താവും വീട്ടുകാരും ജിസ്മോളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു എന്നാണ് പിതാവും സഹോദരനും പറയുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഏറെ സ്നേഹത്തോടെയും പ്രതീക്ഷകളോടെയും വളർത്തിയ മകളും പിഞ്ചോമനകളായ കൊച്ചുമക്കളും പെട്ടെന്നൊരു നാൾ ഓർമ്മയായി മാറിയതിന്റെ നടുക്കത്തിലാണ് ഈ കുടുംബം. മകളുടെ മരണം വെറും ആത്മഹത്യ അല്ലെന്നും ദുരൂഹതയുണ്ടെന്നും ജിസ്മോളുടെ കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. പലപ്പോഴും ഈ വിവരം ജിസ്മോൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മകളെ മർദ്ദിച്ചിരുന്നതായും ജിസ്മോളുടെ പിതാവ് തോമസ് പറയുന്നു. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചു തന്നെ പറ്റിയതാ മാനേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകനിട്ട് പിടിച്ചു തന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് ചെടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ. ഭർത്താവിനെ കൂടാതെ ഭർത്തൃമാതാവും സഹോദരിയും ജിസ്മോളെ മാനസികമായി ഉപദ്രവിച്ചിരുന്നതായി സഹോദരൻ ജിറ്റോ തോമസ് പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിദേശത്തായിരുന്ന അച്ഛൻ തോമസും സഹോദരൻ ജിറ്റവും മറ്റു ബന്ധുക്കളും ഇന്നാണ് നാട്ടിലെത്തിയത്. 3 മൃതദേഹങ്ങളും പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശനിയാഴ്ച സംസ്കാരം നടത്താനാണ് തീരുമാനം. ജ്ഞാനായ കത്തോലിക്ക സഭാംഗങ്ങളാണ് ജിസ്മോളുടെ കുടുംബം. സഭയിലെ നിയമപ്രകാരം മൃതദേഹം ഭർത്താവിന്റെ ഇടവക പള്ളിയിലാണ് സംസ്കാരം നടത്തേണ്ടത്. എന്നാൽ യുവതിയുടെ ഇടവകയിലെ പള്ളിയിൽ സംസ്കാരം നടത്തണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് സഭാതലത്തിലുള്ള ചർച്ചകളും നടക്കുകയാണ്. ന്യൂസ് മലയാളം, കോട്ടയം.